ഹായ് ഹലോ നമസ്കാരം. ഏവർക്കും PSC മൈൻഡ് ബൂസ്റ്ററിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ഓൾറെഡി SCERT സീരീസിന്റെ 6ാം ക്ലാസ്സിൽ അടിസ്ഥാന ശാസ്ത്രം ഒന്നാമത്തെ ഭാഗം പുസ്തകം കവർ ചെയ്തിട്ടുണ്ട്. അതിൽ 5 ചാപ്റ്റേഴ്സാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇനി അങ്ങോട്ടേക്ക് പരിചയപ്പെടാനുള്ള 4 ചാപ്റ്റേഴ്സ്. ആ 4 ചാപ്റ്റേഴ്സിൽ 2 ചാപ്റ്റേഴ്സ് ബയോളജിയായിട്ട് ബന്ധപ്പെട്ടത്. അതായത് നിങ്ങൾക്ക് കാണാം 6ാമത്തെ ചാപ്റ്ററും അതേപോലെ തന്നെ 9ാമത്തെ ചാപ്റ്ററുമാണ് ബയോളജിയായിട്ട് ബന്ധപ്പെട്ടത്. അതേപോലെ തന്നെ 7ാമത്തെ ചാപ്റ്റർ കെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ടത്, 8ാമതായിട്ട് ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടത്. അങ്ങനെയാണ് 4 ചാപ്റ്റേഴ്സ് വരുന്നത്. നമുക്ക് ഇന്നത്തെ ഭാഗത്തിലൂടെ 6ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ജീവന്റെ കുഞ്ഞറകൾ എന്നുള്ള ഭാഗം പരിചയപ്പെട്ടാലോ? നോക്കാം. അപ്പം ജീവന്റെ കുഞ്ഞറകൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് മെയിൻ ആയിട്ടും ബയോളജിയിൽ ബേസ് ആയിട്ട് കോശങ്ങളെ കുറിച്ചും സെല്ലുകളെ കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അങ്ങോട്ടേക്ക് പരിചയപ്പെടാനുള്ളത്. അപ്പൊ എന്താ കോശം അല്ലെങ്കിൽ സെല്ല് എന്നുള്ള കാര്യം പരിചയപ്പെടാം. അതായത് നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്? കോശങ്ങൾ എന്ന് വിളിക്കുന്നത്. ഏറ്റവും അടിസ്ഥാന ഘടകം ഏതാ? അത് കോശങ്ങളാണ്. ഇനി അടുത്തായിട്ട് ജീവനുള്ള എല്ലാ വസ്തുക്കളുടെ അടിസ്ഥാന ഘടകം എന്ത് തന്നെ ആയിരിക്കും? കോശം തന്നെ ആയിരിക്കും കേട്ടോ. മനുഷ്യ ശരീരത്തിൽ എത്ര കോശങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. അത്രത്തോളം കോശങ്ങൾ ഉണ്ടാവും അല്ലെ. കോടിക്കണക്കിന് കോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് നമ്മുടെ മനുഷ്യ ശരീരം അല്ലെ. ചെറുതും വലുതുമായിട്ടുള്ള അനേകം ജീവികൾ നമുക്ക് ചുറ്റുമുണ്ട്. അവയുടെ ശരീരം എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചു. അത്രയും ഭാഗമാണ് കോശങ്ങൾ എന്നുള്ളത് കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട പോയിന്റ് ആയിട്ട് ഈ ഭാഗത്തിലൂടെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ശരീരത്തിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകം എന്താ? കോശങ്ങളാണ് എന്നുള്ള ഭാഗം ഈ ഭാഗത്തിലൂടെ പരിചയപ്പെട്ടു പോവുക. നമ്മൾ കോശം നിരീക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണല്ലോ മൈക്രോസ്കോപ്പ്. ഈ മൈക്രോസ്കോപ്പിന്റെ ഭാഗങ്ങളൊന്ന് പരിചയപ്പെട്ടു വെക്കാം. ഇതാ ഒന്നാമത്തെ കാര്യം, നമ്മളെ കണ്ണ് വെക്കുന്ന ഭാഗം, അതാണ് ഐസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ തിരിച്ചിരുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്, അതായത് ആ സൈസുകൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ നോബുകളുണ്ട്. പിന്നെ അടുത്തായിട്ട് ലെൻസ്, ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറയുന്ന ലെൻസ് അവിടെ കാണാം. ഓക്കെ. അതേപോലെ തന്നെ സ്റ്റേജ് കാണാം, സ്റ്റേജ്, ക്ലിപ്പ്, ഈ സംഭവങ്ങളൊക്കെ കാണാം. ഓക്കെ. അതേപോലെ തന്നെ കണ്ടൻസർ കാണാം, താഴ്ഭാഗം കണ്ടൻസർ ആണ്. അതേപോലെ തന്നെ മിറർ താഴ്ഭാഗത്ത് കാണാം. ഇതൊക്കെയാണ് ഒരു ലെൻസ് മൈക്രോസ്കോപ്പിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളണം. അപ്പൊ എന്തൊക്കെയാ പേരുകൾ? ഐ പീസ് ഉണ്ട്, ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ട്, നോബുകൾ ഉണ്ട്, സ്റ്റേജ് ഉണ്ട്, ക്ലിപ്പ് ഉണ്ട്, കണ്ടൻസർ ഉണ്ട്, മിറർ ഉണ്ട്. ഇതെല്ലാം. അടുത്ത കാര്യം, നമ്മളൊരു വ്യക്തിയെ കുറിച്ച് പരിചയപ്പെടുകയാണ്. വ്യക്തിയുടെ പേരാണ് റോബർട്ട് ഹുക്ക്. കാര്യം മനസ്സിലാക്കി വെക്കേണ്ടത്, ആദ്യമായി കോശത്തെ കണ്ടെത്തിയത് അല്ലെങ്കിൽ നിരീക്ഷിച്ചത് മൈക്രോസ്കോപ്പിലൂടെയാണ്. അതാരാ കണ്ടെത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റോബർട്ട് ഹുക്കാണ്. കോശം കണ്ടെത്തിയ ആരാ? റോബർട്ട് ഹുക്ക്. വർഷം 1665. അത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും ഓർത്ത് വെച്ചോ. 1665 റോബർട്ട് ഹുക്ക് എന്ത് കണ്ടെത്തുന്നത്? കോശം കണ്ടെത്തുന്നത്. അവിടെ അദ്ദേഹം കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അയാള് ഓക്ക് മരത്തിൽ നിന്ന് എടുത്ത കോർക്കിന്റെ ഒരു ചെറിയ ഭാഗം എടുക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു? അദ്ദേഹം ഒരു സ്വയം നിർമ്മിച്ചിട്ടുള്ള ഒരു മൈക്രോസ്കോപ്പ് ഉണ്ടായിരുന്നു. അതിലൂടെ നോക്കിയിട്ട് കോശത്തെ ആദ്യമായിട്ട് നിരീക്ഷിച്ചു. അതിൽ അറകൾ പോലെയുള്ള ധാരാളം ഭാഗങ്ങൾ അദ്ദേഹം കണ്ടിട്ടുണ്ട്. അദ്ദേഹം അതിന് സെല്ല എന്ന് വിളിച്ചു. എന്താ വിളിച്ചത്? സെല്ല, സെല്ല, സെല്ല. ഓക്കെ. സെല്ല എന്ന ലാറ്റിൻ പദത്തിന്റെ മീനിങ്. ഓക്കെ. അതാണ് ചെറിയ മുറി. അപ്പൊ സെൽ എന്നുള്ള വാക്കിന്റെ മീനിങ് എന്താന്ന് മനസ്സിലാക്കി വെക്കുക. ചെറിയ മുറി എന്നാണ്. ഏത് ഭാഗത്തുനിന്നാണ് രൂപം കൊണ്ടത്? സെല്ല എന്നുള്ള ലാറ്റിൻ ഭാഗത്തുനിന്ന്. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ചെറിയ മുറി എന്ന രീതിയിൽ കോശത്തെ വിളിക്കുന്നത്. ഓക്കെ. ആ രീതിയിൽ റോബർട്ട് ഹുക്കാണ് ആദ്യമായിട്ട് വിളിച്ചിട്ടുള്ളത്. അപ്പൊ റോബർട്ട് ഹുക്കാണ് കോശം കണ്ടെത്തിയത് എന്നുള്ള കാര്യം മനസ്സിലായോ? ഓക്കെ. ആ രീതിയിലാണ് ഈ ഭാഗത്തിലൂടെ പരിചയപ്പെട്ടു പോകേണ്ട കാര്യങ്ങൾ വരുന്നത്. ഇനി അടുത്തായിട്ട് പാരമീസിയം, യുഗ്ലീന, അമീബ, ഇതിന്റെ ഒക്കെ ചിത്രങ്ങൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് കാണാലോ. അതായത് ഒരു കോശം മാത്രമുള്ള ജീവിയാണ് ഏകകോശ ജീവികൾ. ഓക്കെ. ഏകകോശ ജീവികൾ എന്ന് പറഞ്ഞാൽ ഒരു കോശം മാത്രം ജീവികൾ ഉണ്ടെങ്കിൽ അതിനാണ് ഏകകോശ ജീവികൾ എന്ന് പറയുന്നത്. സിമ്പിൾ കാര്യമല്ലേ? ഇനി കോശങ്ങളുടെ എണ്ണം കുറവായത് കൊണ്ടാണ് നമുക്ക് അവയെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തത്. അപ്പൊ അത്രത്തോളം ചെറുതാണ് ഏതൊക്കെ? പാരമീസിയം, യുഗ്ലീന, അമീബ. ഇതിനൊക്കെ നമുക്ക് ആ രീതിയിൽ മൈക്രോസ്കോപ്പ് ഇല്ലാതെ കാണാൻ പറ്റൂലല്ലോ. അങ്ങനെ കാണാതിരിക്കാൻ കാരണം എന്താ? ഇതൊക്കെ വളരെ ചെറിയ കോശമാണ് അല്ലെങ്കിൽ ഏകകോശ ജീവിയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി ബഹുകോശ ജീവികൾ എന്ന് പറഞ്ഞാൽ എന്താ? സിമ്പിൾ ആണല്ലേ.
ഒന്നിൽ കൂടുതൽ കോശങ്ങൾ കാണപ്പെടുന്ന ജീവികൾ നോക്കിക്കോ. നാടവിര, ഉളയട്ട, പാറ്റ, തവള, മത്സ്യം, നക്ഷത്ര മത്സ്യം, പരുന്ത്, ഓന്ത്, ആന, ഇതൊക്കെ എന്താ? ഇതൊക്കെയാണ് ഏതിന് എക്സാമ്പിൾസ് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്? ബഹുകോശ ജീവികൾക്ക് എക്സാമ്പിൾ ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ എന്താ ബഹുകോശ ജീവികള്? ഒന്നിലധികം അതാണ് കണക്ട് ചെയ്യേണ്ടത്. കോശങ്ങൾ കൊണ്ട് ശരീരം നിർമ്മിക്കപ്പെട്ട ജീവികളെയാണ് എന്ത് വിളിക്കുന്നത്? ബഹുകോശ ജീവികൾ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ധാരാളം കോശങ്ങളുള്ള ബഹുകോശ ജീവികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റും എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചുള്ള. കിട്ടിയോ? നെക്സ്റ്റ് അടുത്തായിട്ട് ഒരു ജന്തുകോശത്തിന്റെ ചിത്രം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏതൊക്കെ ഭാഗങ്ങളാണുള്ളതെന്നുള്ള കാര്യം പരിചയപ്പെട്ടുകൊള്ളാം. ആദ്യം തന്നെ ജന്തുകോശത്തിന്റെ ഏറ്റവും പുറത്തുള്ള ഭാഗം കോശസ്തരാണ്. രണ്ടാമത്തെ ഭാഗം കോശസ്തരത്തിനുള്ളിൽ കോശദ്രവ്യം കാണാം, ഒരു ദ്രാവകം കാണാം, അതാണ് കോശദ്രവ്യം. അതിനുള്ളിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് വസ്തുക്കളൊക്കെ കാണാൻ പറ്റും. ഒന്നാമത്തത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്ന ഒരു ഭാഗം. എന്താണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം? പിന്നെ മൈറ്റോകോൺട്രിയൻ എന്ന് പറയുന്ന ഒരു ഭാഗം കണ്ടോ? റൈബോസം എന്നുള്ള ഭാഗം കണ്ടോ? ന്യൂക്ലിയസ് എന്നുള്ള ഭാഗം കണ്ടോ? അതേപോലെ തന്നെ ഫേനം. അപ്പോൾ കോശസ്തരം, അതിൻ്റെ ഉള്ളിൽ കോശദ്രവ്യം, ആ കോശദ്രവ്യത്തിനകത്ത് കാണപ്പെടുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, മൈറ്റോകോൺട്രിയോൺ, റൈബോസോം, ന്യൂക്ലിയസ്, ഫേനം. ഇതൊക്കെയാണ് ജന്തുകോശത്തിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കോശസ്തരം എന്ന് പറഞ്ഞാൽ എന്താ? കോശസ്തരം എന്ന് പറഞ്ഞാൽ കോശത്തിന്റെ ആവരണമാണ്. കോശത്തിന്റെ ആവരണത്തെ എന്ത് പറയാം? കോശസ്തരം എന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ കോശത്തിന്റെ ആവരണത്തിന്റെ ഉള്ളിലായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? കോശദ്രവ്യം കാണാൻ പറ്റിയിട്ടുണ്ട് അല്ലെ? അപ്പൊ ന്യൂക്ലിയസ് ഒഴികെയുള്ള കോശഭാഗങ്ങളെ കോശത്തിനകത്ത് നിലനിർത്തുന്നത് ആരാണ്? കോശദ്രവ്യമാണ്. അപ്പൊ ആരൊഴികെയുള്ളത്? ന്യൂക്ലിയസ് ഒഴികെയുള്ള കോശഭാഗങ്ങളെ കോശത്തിനകത്ത് നിലനിർത്തുന്ന ആരാ? കോശദ്രവ്യം. ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കോശത്തിന്റെ അകത്തുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് ആരാണ്? ന്യൂക്ലിയസ്, കേന്ദ്രമാണ് അല്ലെ? ആ കേന്ദ്രം എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നുണ്ട്. ഇനി ഫേനം എന്ന് പറയുന്ന ആ വസ്തു, ഓക്കെ, ഫേനം എന്ന് പറഞ്ഞാല് ജലം, ലവണം, വിസർജ്യ വസ്തുക്കള് എന്നിവയെ സംഭരിക്കുന്നതാണ് ഫേനം. എന്തൊക്കെ സംഭരിക്കുന്നു ഫേനം? ജലത്തെ, ലവണത്തെ, വിസർജ്യ വസ്തുക്കള്, ഇവയൊക്കെ സംഭരിക്കുന്ന ആരാ? ഫേനമാണ്. റൈബോസോം എന്നുള്ള ഭാഗം, റൈബോസം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ, പ്രോട്ടീന്റെ ഉത്ഭവം എവിടെ നിന്നുണ്ടാവുന്നത്? റൈബോസോം എന്നാണ് ഉണ്ടാവുന്നത്. ഓക്കെ, നെക്സ്റ്റ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, അങ്ങനെ ഒരു ഭാഗമുണ്ട് അല്ലെ? അവിടെ സഞ്ചാരപാതയാണ്. കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്ന രീതിയിൽ ആരെ വിളിക്കാം? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. നെക്സ്റ്റ് മൈറ്റോകോൺട്രിയൻ എന്ന ഒരു ഭാഗമുണ്ട് അല്ലെ? അവിടെയാണ് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് മൈറ്റോകോൺട്രിയൻ. അപ്പൊ കോശസ്തരം എന്താ? അത് ആവരണാണ്. കോശദ്രവ്യം എന്താ? അത് കോശഭാഗങ്ങൾ കോശത്തിനകത്ത് നിലനിർത്തുന്നത്. ഏതിനൊഴികെയുള്ളത്? ന്യൂക്ലിയസ് ഒഴികെയുള്ളത്. നെക്സ്റ്റ് എന്താ ന്യൂക്ലിയസ്? കോശത്തിന്റെ കേന്ദ്രഭാഗമാണ്, പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതാണ്. എന്താ ഫേനം? കുറെ സംഭവങ്ങളെ സംഭരിക്കുകയാണ്. ജലം, ലവണം, വിസർജ്യ വസ്തുക്കൾ ഇവയെ സംഭരിക്കുന്നതാണ് ഏത്? ഫേനം എന്ന് പറയുന്നത്. എന്താണ് റൈബോസം? പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്ന ഭാഗമാണ്. റൈബോസം പ്രോട്ടീൻ, ഫേനം സംഭരിക്കുന്നു. ന്യൂക്ലിയസ് കോശത്തിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. നെക്സ്റ്റ് കോശസ്തരം ആവരണാണ്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം സഞ്ചാരപാതയാണ് ഇത്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. മൈറ്റോകോൺട്രിയൻ എന്ത് ചെയ്യുന്നു? ഊർജം ഉൽപ്പാദിപ്പിക്കുന്നു. കിട്ടിയോ? ഇതാണ് കോശത്തിലെ വിവിധ ഭാഗങ്ങളായിട്ടുള്ളതിന്റെ ധർമ്മങ്ങൾ. അടുത്ത നോക്കി, സസ്യകോശം കാണാം അല്ലെ? ആ സസ്യകോശത്തിന്റെ ഭാഗങ്ങളായിട്ട് ഏതൊക്കെ ഭാഗങ്ങളാണ് നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ പറ്റുന്നത്? അതിൻ്റെ അകത്ത് കോശഭിത്തി കാണാൻ പറ്റുന്നുണ്ട്, അതിൻ്റെ അകത്ത് കോശദ്രവ്യം കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ന്യൂക്ലിയസ് നേരത്തെ പറഞ്ഞ ഭാഗമാണ്. മൈറ്റോകോൺട്രിയൻ നേരത്തെ പറഞ്ഞാണ്. റൈബോസോം പറഞ്ഞിട്ടുണ്ട്. കോശസ്തരം കാണപ്പെടുന്നുണ്ട്, ഫേനം കാണപ്പെടുന്നുണ്ട്, ക്ലോറോപ്ലാസ്റ്റ് കാണപ്പെടുന്നുണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞ പിക്ചറിൽ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അകത്ത് വ്യത്യസ്തമായിട്ട് ഇവിടെ ഏതൊക്കെ കാണപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ ഒന്ന് ഓർത്ത് വെച്ച് പോയിക്കോളൂ കേട്ടോ. ഓക്കെ, അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ എടുത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പൊ രണ്ടിലും വ്യത്യസ്തമായി കാണപ്പെടുന്ന വസ്തുക്കൾ എന്തൊക്കെയാന്നുള്ള കാര്യം മനസ്സിലായിക്കൊള്ളണം. ഓക്കെ, അപ്പൊ കോശഭിത്തി രണ്ടിലും കാണപ്പെടുന്നുണ്ടോ? ഇല്ലല്ലേ, കോശഭിത്തി കാണപ്പെടുന്നില്ല. കോശസ്തരമാണ് രണ്ടിലും കാണപ്പെടുന്നത്.
അതേപോലെ തന്നെ നോക്കിയാൽ നിങ്ങൾ ക്ലോറോപ്ലാസ്റ്റ് കാണപ്പെടുന്നുണ്ടോ? ക്ലോറോപ്ലാസ്റ്റ് രണ്ടിലും കാണപ്പെടുന്നില്ല. ക്ലോറോപ്ലാസ്റ്റ് രണ്ടിലും കാണപ്പെടുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് കോശദ്രവ്യം രണ്ടിലും കാണപ്പെടുന്നുണ്ടോ? യെസ്, കാണപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം രണ്ടിലും കാണപ്പെടുന്നില്ലേ? കാണുന്നുണ്ട്. അപ്പൊ കാണപ്പെടാത്തത് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളണേ. ഓക്കെ, നമുക്ക് നോക്കാം. അടുത്ത കാര്യം കോശത്തിന്റെ ഭാഗങ്ങളായിട്ട് നമ്മളെ സസ്യകോശത്തിന്റെ ഭാഗമായിട്ട് കോശഭിത്തി ഉണ്ട് അല്ല. കോശത്തെ സംരക്ഷിക്കുന്ന ഭാഗമാണ് ഏത്? കോശഭിത്തി എന്ന് പറയുന്നത്. സംരക്ഷിക്കുന്ന ഭാഗമാണ് കോശഭിത്തി. ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാലോ പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നതാണ്. അപ്പം നമ്മൾ എക്സ്ട്രാ പഠിക്കുന്ന രണ്ട് സംഭവങ്ങൾ എന്തൊക്കെയാ? കോശഭിത്തിയും ക്ലോറോപ്ലാസ്റ്റും ആണ് ഇവിടെ രണ്ടെണ്ണം എക്സ്ട്രാ പഠിക്കുന്നത്. അതിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാന്ന് മനസ്സിലാക്കിയോ നിങ്ങൾ? അതിന്റെ ധർമ്മങ്ങളിൽ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ട കാര്യം കോശഭിത്തി കോശത്തെ സംരക്ഷിക്കുകയാണ്, ക്ലോറോപ്ലാസ്റ്റോ പ്രകാശ സംശ്ലേഷണം സഹായിക്കുന്നു. അപ്പം ആ രീതിയിൽ മനസ്സിലാക്കി വെച്ചോളണം ആ എക്സ്ട്രാ പോയിന്റുകൾ. നെക്സ്റ്റ് അടുത്ത കാര്യം, കോശത്തിനുള്ള പ്രധാനപ്പെട്ട കോശാംഗത്തിന്റെ പേര് ന്യൂക്ലിയസ് അല്ലേ? അപ്പൊ ന്യൂക്ലിയസ് ഉണ്ട് കേന്ദ്രഭാഗത്ത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട് അല്ല. കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന ഫേനം, റൈബോസം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, മൈറ്റോകോൺട്രിയൻ, ക്ലോറോപ്ലാസ്റ്റ് തുടങ്ങിയവ മറ്റ് കോശാംഗങ്ങളാണ് എന്നുള്ള കാര്യം മനസ്സിലായല്ലോ. അപ്പൊ കോശാംഗങ്ങൾ ഏതൊക്കെയാന്നുള്ളത് മനസ്സിലായല്ലോ. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്തിലൂടെ പരിചയപ്പെട്ടു പോകാനുള്ളത്. നെക്സ്റ്റ് അടുത്തായിട്ട് സസ്യകോശവും ജന്തുകോശവും തമ്മിലുള്ള സാമ്യങ്ങളും അതേപോലെ തന്നെ വ്യത്യാസങ്ങളൊക്കെ എഴുതി പോകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പൊതുവായിട്ട് കാണപ്പെടുന്നത് എന്തൊക്കെയാണ്, പൊതുവായിട്ട് കാണപ്പെടാത്ത എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഭാഗത്തിലൂടെ കുറിച്ച് പോകേണ്ടത്. അതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റിയില്ലേ? അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓരോന്നിലും വ്യത്യസ്തമായി കാണപ്പെടുന്നത് എന്തൊക്കെയാണ് എന്ന രീതിയിലൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. അതേപോലെ ഷേപ്പിൽ നോക്കിയാൽ നിങ്ങൾക്ക് വ്യത്യാസങ്ങൾ കാണാം. ഓക്കെ, ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ഒരേപോലെയുള്ളതും അതേപോലെ തന്നെ സാമ്യമുള്ളതും വ്യത്യാസമുള്ള കാര്യങ്ങളായിട്ട് നിങ്ങളെ കുറിച്ച് പോകേണ്ടത്. കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഡിസ്കസ് ചെയ്ത ഭാഗം തന്നെയാണ്. ക്ലിയർ? നെക്സ്റ്റ് കോശങ്ങളുടെ വൈവിധ്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ മനുഷ്യ ശരീരം നോക്കുകയാണെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള കോശങ്ങൾ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ കാണപ്പെടുന്നുണ്ട്. നാഡീകോശങ്ങളുണ്ട്, രക്തകോശങ്ങളുണ്ട്, പേശീകോശങ്ങളുണ്ട്. അങ്ങനെ 200ഓളം വ്യത്യസ്ത ഇനം കോശങ്ങൾ നമ്മുടെ മനുഷ്യ ശരീരത്തിലുണ്ട്. പ്രധാനപ്പെട്ട ഏതൊക്കെയാ? നാഡീകോശം, രക്തകോശം, പേശീകോശം, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടവ. അങ്ങനെ എത്ര ഉണ്ട്? 200ഓളം വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ കോശങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓരോ കോശത്തിന്റെയും ധർമ്മങ്ങൾ എന്തല്ല, ഒരുപോലെ അല്ല. അതേപോലെ തന്നെ ആകൃതിയും വ്യത്യാസപ്പെട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. കോശങ്ങളുടെ കൂട്ടായ്മയെ കുറിച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ അടുത്തായിട്ട് കോശത്തിന്റെ കൂട്ടത്തെയാണ് നമ്മൾ കലകൾ എന്ന് വിളിക്കുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. കോശത്തിന്റെ കൂട്ടത്തെ എന്ത് വിളിക്കുന്നു? കലകൾ എന്ന് വിളിക്കുന്നു. എന്താ വിളിക്കുന്ന? കലകൾ. കോശങ്ങളുടെ കൂട്ടായ്മ വിളിക്കുന്ന പേര് കലകൾ. അതായത് സമാനമായ ആകൃതിയുള്ളവയും ഒരേ ധർമ്മം നിർവഹിക്കുന്നതുമായ കോശങ്ങളുടെ കൂട്ടത്തെ എന്ത് വിളിക്കാം? കലകൾ എന്ന് വിളിക്കാം. അപ്പൊ കലകൾ എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ കലകൾ നമുക്ക് പല രീതിയിൽ കാണാൻ പറ്റും. ഓക്കെ, അതില് ജന്തുക്കളുടെ ശരീരം പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഭാഗം, ഓക്കെ, അതാണ് ത്വക്ക്. ഓക്കെ, ജന്തുക്കളുടെ ശരീരം ത്വക്കാല് സംരക്ഷിക്കുന്നുണ്ട്, പൊതിഞ്ഞ് സംരക്ഷിക്കുന്നുണ്ട്, സൂക്ഷിക്കുന്നുണ്ട്. ഇത് കോശങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. ഇവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആവരണകല. അതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കുക, നാഡീകോശമുണ്ട് അല്ലെ? ആ നാഡീകോശങ്ങൾ കൂടി ചേർന്നിട്ട് എന്തുണ്ടാവും? നാഡീകലകൾ ഉണ്ടാവും. ഇതേപോലെ തന്നെ പേശീകോശങ്ങൾ കൂടി ചേർന്ന് പേശീകലകൾ ഉണ്ടാവും. ഓക്കെ, അങ്ങനെ കലകളെ നമുക്ക് മൂന്നായിട്ട് അല്ലെങ്കിൽ പല രീതിയിലുണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. പ്രധാനപ്പെട്ട മൂന്നെണ്ണം ഏതൊക്കെയാ? ആവരണകല, ത്വക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. നാഡീകല, നാഡിയായിട്ട് ബന്ധപ്പെട്ട്. പേശികല, പേശികളായിട്ട് ബന്ധപ്പെട്ട്. ഈ രീതിയിലാണ് കലകൾ പലതരത്തിൽ നമ്മൾ ക്രമീകരിച്ചു പോകുന്നത്. കിട്ടിയോ? നെക്സ്റ്റ്, വ്യത്യസ്ത അവയവങ്ങൾ ഏകോപനത്തോടെ പ്രവർത്തിച്ച് ഒരു അവയവ വ്യവസ്ഥയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതായത് ശ്വാസകോശം ഒരു അവയവമാണ്. ഓക്കെ, ശ്വാസകോശം ഒരു അവയവമാണല്ലോ. അതുപോലെ നാസാരന്ധ്രങ്ങളും ശ്വാസനാളവും അവയവങ്ങളാണ്. ഇവ ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? ശ്വസന വ്യവസ്ഥ ഉണ്ടാവുന്നത്. അപ്പോൾ അവയവങ്ങൾ കൂടിയിട്ട് എന്തുണ്ടാവുന്നു? വ്യവസ്ഥ ഉണ്ടാവുന്നു അല്ലെ? ആ ശ്വസന വ്യവസ്ഥ എന്ന് പറയുന്ന സംഭവം എന്താന്ന് മനസ്സിലായല്ലോ. അവയവങ്ങൾ കൂടിയിട്ടാണ് അങ്ങനെ ഒരു വ്യവസ്ഥയായിട്ട് മാറുന്നത്. പിന്നെ രക്തപര്യന വ്യവസ്ഥ നോക്കിക്കോ, മറ്റൊരു അവയവ വ്യവസ്ഥയല്ലേ?
അങ്ങനെ വിവിധ തരത്തിലുള്ള അവയവ വ്യവസ്ഥകൾ കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്, ജീവികൾ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഭാഗത്തിലൂടെ പരിചയപ്പെട്ടു പോകാനുള്ളത് നമുക്ക്. അതായത് ഏറ്റവും ബേസ് ആയിട്ട് എങ്ങനെയാണ് കോശത്തിൽ നിന്ന് ഒരു ജീവിയിലേക്ക് മാറുന്നത് എന്നാണ് പാഠപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ആദ്യം മനസ്സിലാക്കി വെക്കുക, ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യം എന്താ, അത് കോശങ്ങളാണ്. കോശങ്ങളാണ് ഏറ്റവും ബേസ് ആയിട്ട്. കോശങ്ങൾ കൂടിച്ചേർന്ന്, ഒരേ തരത്തിലുള്ള കോശങ്ങൾ കൂടിച്ചേർന്നിട്ട് എന്തായിട്ട് മാറും, കലകളായിട്ട് മാറും. ഓക്കെ, ആ കലകൾ കൂടിച്ചേർന്നിട്ടാണ് എന്തായിട്ട് മാറുന്നത്, അവയവങ്ങളായിട്ട് മാറുന്നത്. വിവിധ തരത്തിലുള്ള അവയവങ്ങളായിട്ട് മാറുന്നു. അവയവങ്ങൾ കൂടിച്ചേർന്നിട്ട് എന്തായിട്ട് മാറുന്നു, അവയവ വ്യവസ്ഥകളായിട്ട് മാറുന്നു. ആ അവയവ വ്യവസ്ഥകൾ കൂടിച്ചേർന്നിട്ട് എന്തായിട്ട് മാറുന്നു, ജീവിയായിട്ട് മാറുന്നു. അല്ലെങ്കിൽ ആ രീതിയിലാണ് ഒരു ജന്തുജാലം ഉണ്ടാവുക എന്നുള്ള കാര്യമാണ് ഈ ഭാഗത്തിലൂടെ നമുക്ക് പരിചയപ്പെട്ടു പോകാനുള്ളത്. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നല്ലോ. ഒരുപാട് ഭാഗങ്ങൾ ഇതിൻ്റെ അകത്ത് പ്രീവിയസ് ആയിട്ട് ചോദിച്ച കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് വിവരിച്ച് പോയിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് അടുത്ത ക്ലാസ്സിലേക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതായത് ഇനി നമുക്ക് ഈ ഭാഗത്തില് രണ്ടാമത്തെ ഭാഗത്തില് 3 ചാപ്റ്റേഴ്സ് കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. കൃത്യമായിട്ട് ഓരോ ചാപ്റ്റേഴ്സും മനസ്സിലാവാത്ത കാര്യങ്ങൾ വീണ്ടും കേട്ടുകൊണ്ട് മുന്നോട്ട് പോവുക. നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. മാക്സിമം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റായി രേഖപ്പെടുത്തുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.